മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണവും മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന പരിപാടി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ രൂപം നൽകിയിട്ടുള്ള മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണവും മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഇന്നത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം കുട്ടികൾ കടന്നു ചേരാനുള്ള കാരണം സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മുമ്പ് നല്ല മിടുക്കരായിട്ടുള്ള ടീച്ചർമാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ചോർന്നൊടിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു മൂത്രപ്പരി ഉണ്ടാവില്ല. പക്ഷെ ഈ ഫണ്ട് ലഭിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള MLA-മാരൊക്കെ ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും നല്ല രീതിയിൽ പുതുക്കിപ്പെടും. ഇപ്പൊ സാധാരണക്കാരന് ഏറ്റവും സഹായമാണല്ലോ അത്. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് ഇന്നും പഠിക്കാനൊക്കെയുള്ള സൗകര്യം എന്ന് പറയുന്നത് സർക്കാർ വിദ്യാലയങ്ങൾ തന്നെയാണ്. ബാക്കിയുള്ളതിനെ മോശപ്പെടുത്തുകയല്ല, എന്നാലും ഒരു പാവപ്പെട്ട കുട്ടിയെ സംബന്ധിച്ച് പഠിക്കാനുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ സർക്കാർ വിദ്യാലയം. അപ്പൊ അങ്ങനെയുള്ള സർക്കാർ വിദ്യാലയത്തിലേക്ക് ധാരാളം കുട്ടികൾ ഒഴുകിയെത്താൻ തുടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളം K കരുണാകരന്റെ ഇച്ഛാശക്തിയിൽ നടപ്പിലായതിന്റെ മറ്റൊരു മാതൃകാപരമായ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയിലും നേതൃത്വത്തിലും ഉണ്ടായതാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സഭ കൊല്ലം മെത്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം സ്വാമി ഗുരു സവിത് ജ്ഞാനതപസി നിർവഹിച്ചു. മന്ന ട്രസ്റ്റി മറിയ ഉമ്മൻ, പ്രോഗ്രാം കൺവീനർ ജെയ്സൺ ജെയിംസ് തഴവ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ, ഗാന്ധി ഭവൻ മാഗസിൻ ചെയർമാൻ PS അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.